പാലക്കാട് കൊടുന്തരപ്പള്ളി ഇന്ന് പിഷാരടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നതിന്റെ തൊട്ടടുത്താണ് ഒരു ഓട്ടോ ചേട്ടൻ പേരെന്താ? ചന്ദ്രൻ. ഇവിടെ ഈ സ്റ്റാൻഡിലാണ് ഓട്ടോ ഓടിക്കുന്നത്. പാലക്കാട് വീണ്ടും തെരഞ്ഞെടുപ്പില് കേരളത്തിലെ ഒരു ചർച്ചയായി മാറുകയാണ്. ആർക്കാണ് വിജയപ്രതീക്ഷ? ഇപ്പോ എന്നെ പൊരുത്തവർക്ക് ഇപ്പോ ശോഭ സുരേന്ദ്രനാണ് ഇവിടെ മുൻഗണന കാണുന്നത്. ഷാഫി പറമ്പിൽ ഇമ്പാക്ട് ഒക്കെ വലിയ രീതിയിലാണ് കോൺഗ്രസ് പറയുന്നത്. സാധ്യത കാണുന്നില്ല. സാധ്യത എന്നെ പൊരുത്തവരിക്കും കാണുന്നില്ല. എന്താന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തവണയെങ്കിലും ശോഭ വരാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടെന്നാണ് എല്ലാവരുടെ അഭിപ്രായങ്ങള്. പാലക്കാട് ജനങ്ങളല്ല തീരുമാനിക്കുന്നത് ആര് ജയിപ്പിക്കണം എന്താണ്. എന്നാലും ചേട്ടൻ ഇങ്ങനെ ഓട്ടോ ഡ്രൈവർ ആണ്, എല്ലാ സ്ഥലങ്ങളിലൂടെയും പോകുന്നതാണ്. വളരെ കാലം നടന്നതൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ശബരിമല കൊള്ളയും അതും ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഇനിയിപ്പോ കോൺഗ്രസ് വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പാലക്കാട് ആരായിരിക്കും? പാലക്കാട് അങ്ങനെ തനിയെ പറയില്ല, കോൺഗ്രസ് തന്നെ വിജയിക്കുള്ളൂ. ഇവിടെ പിഷാരടി. പാലക്കാട് ഇപ്പൊ എങ്ങനെ പറഞ്ഞു, ജനങ്ങള് എങ്ങനെ കണ്ടിരിക്കുന്ന അറിയില്ലല്ലോ. ജനങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുള്ള ഒരു ചിന്തയുണ്ട്. അതിപ്പോ ഒരു മൂന്നാളിൽ ആരാണ് എങ്കിലും ഒരു മുൻതൂക്കം ആർക്കായിട്ടാ ചേട്ടന് തോന്നുന്നത്? പാലക്കാട് സംബന്ധിച്ചും പറഞ്ഞ കോൺഗ്രസിനും BJPക്കാണ് ഇപ്പോ മത്സരം. കോൺഗ്രസും BJPയും തമ്മിലാണ്. വിജയ സാധ്യത പറയാൻ പറ്റില്ല. ടൈറ്റ് ആണ്. താങ്ക് യു ഏട്ടാ. പാലക്കാട് ആർക്കാണ്, ആരൊക്കെ തമ്മിലാണ് പോരാട്ടം? ആർക്കാണ് വിജയ സാധ്യത? ഞാൻ കാണുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് തന്നെയാണ്. തുടരും കോൺഗ്രസ് ഇവിടെ അല്ലെ? കോൺഗ്രസ് തന്നെ. പിഷാരടിയൊക്കെ രാഷ്ട്രീയൊക്കെ അറിയില്ല, തമിഴ്നാടാണ്. താങ്ക് യു. ആർക്കാണ് ചേട്ടാ സാധ്യത ഇവിടെ വിജയിക്കാൻ? ഇവിടെ പിഷാരടി. എന്തുകൊണ്ടാ പിഷാരടി? ഇവിടെ നല്ല മാങ്കൂട്ടം നല്ല ഇത് ചെയ്തിട്ടുണ്ട്. മാങ്കൂട്ടമാണോ ഷാഫിയാണോ ചെയ്തത്? ഷാഫി ചെയ്തിട്ടുണ്ട്. മാങ്കൂട്ടം ചെയ്തു. ഈ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമൊന്നും ഇവിടെ ഏശില്ല അല്ലെ? ഇതൊക്കെ വെറുതെ കെട്ടിക്കുട്ടിണ്ടൊക്കെ. ചേട്ടൻ കോൺഗ്രസ്സുകാരനാണോ? അല്ല, കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അങ്ങനെയല്ല, നമ്മൾ പൊതുവെ എല്ലാവരും. പാലക്കാട് തുടരും UDF അല്ലെ? ചേട്ടന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇപ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാവും. ഇവിടെ അല്ല, ഇവിടെ NMR റസാഖ് വിജയിക്കും. NMR റസാഖ് രാഷ്ട്രീയം പറയുന്നില്ല, ഒരു ഹോട്ടൽ വ്യാപാരി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അയാള് പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ടിൽ എല്ലാവരും അറിയുന്ന ഒരാളാണ്. ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. ഈ രാഹുൽ വിഷയം ഇമ്പാക്ട് ഉണ്ടാവും ഇവിടെ? തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. കാണുന്നത് BJP, NMR റസാഖ്, പിഷാരടി. പിഷാരടിക്ക് NMR റസാഖിന് ഒരു ചാൻസ് കാണുന്നുണ്ട്. ഫൈറ്റ് UDF LDF തമ്മിലാണെന്നാണ് ചേട്ടൻ പറയുന്നത്. UDF LDF തന്നെ. BJP പ്രവർത്തനമുണ്ട്, പക്ഷെ വോട്ട് വീഴാൻ പോകുന്നത് കോൺഗ്രസിന് ഇടതുപക്ഷത്തിന് വീഴുള്ളൂ. പക്ഷെ മെട്രോമാൻ ഷാഫിയെ പോലും വിറപ്പിച്ചു BJPയുടെ ക്യാമ്പായി മാറ്റാൻ സാധിക്കുന്നതാണ് BJP പാളയം പറയുന്നത്. വെറുതെ പറച്ചില്ല. എപ്പോഴും ചെക്ക വീട് മൊയിലിച്ചാകില്ല. ഒരിക്കൽ മെട്രോമാൻ വന്നത് കൊണ്ട് എല്ലാവർക്കും ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് ഓരോ ട്രെൻഡ് മാറുമ്പോൾ ഓരോ ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. ഈ രാഹുൽ വിഷയം ഇവിടെ ഇമ്പാക്ട് ആവും തോന്നുന്നുണ്ട്? എവിടെയാവില്ല. വെറും ആരോപണമാണ്. അപ്പം പുള്ളിയുടെ വോയിസ് റെക്കോർഡ്, ശബ്ദങ്ങൾ, അതൊക്കെ പാലക്കാട്ടുകാര് തള്ളിക്കളയും. എല്ലാം തള്ളിക്കളയും. ഷാഫിക്ക് വീണ്ടും വിജയിപ്പിക്കാൻ സാധിക്കും. ഷാഫി വന്നാ കൂടെ നിന്നാ ജയിപ്പിക്കലെന്നെ, ജയിച്ചു തന്നെ ഉറപ്പന്നെ. ഫൈറ്റ് ഇല്ല ഇവിടെ, ഫൈറ്റ് ഇല്ല. പിന്നെ ഒന്നിനും രാഹുലിനെ തിരിച്ചടിക്കും. രാഹുലിന് വോട്ട് കിട്ടില്ല. കോൺഗ്രസ് 3-ാം സ്ഥാനം പോകും. ആരാ ജയിക്കുക? NMR റസാഖ് ജയിക്കുന്നതാണോ പറയണത്? അങ്ങനെ അഭിപ്രായം ഉണ്ടോ? NMR സാധ്യതയുണ്ട്. NMR റസാഖ് ഒരു ഹോട്ടൽ വ്യാപാരി, അതിനപ്പുറത്തോട്ട് രാഷ്ട്രീയം പറയുന്നില്ല. അങ്ങനെയൊക്കെയാണ് രണ്ട് ക്യാമ്പുകളും BJP UDF പറയുന്നത്. ആക്ഷേപിക്കരുത്. ചിലവർ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ടാവും, ഹോട്ടൽ വ്യവസായം ഉണ്ടാവും, പല ബിസിനസ് ഉണ്ടാവും. ആ ബിസിനസിനെ കുറിച്ചിട്ട് ഒരാളെ തരം താത്തരുത്. എന്തായാലും പാലക്കാട്ടുകാരൻ തന്നെയാണ്. സ്വന്തം നാട്ടുകാരെ പക്ക പാലക്കാട്ടുകാരനല്ലേ. ഈ വരുത്തന്മാരെ സപ്പോർട്ട് ചെയ്യണേക്കാട്ട് സ്വന്തം നാട്ടുകാരെ സപ്പോർട്ട് ചെയ്താൽ പോരെ. അപ്പൊ ഒരു സാധ്യതയുണ്ട് NMR അല്ലേ? ഓക്കെ, താങ്ക് യു.